ദിനുവയിൽ ഇപ്പോൾ ജാതീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ദിനുവയിൽ നേരത്തെ വിമർശനം ഉന്നയിച്ചു. പക്ഷേ അടൂറിന് അത് മനസ്സിലാകുന്നില്ല. അടൂർ പറയുന്നത് ആ രൂപത്തിലല്ല എന്ന് അടൂർ ശഠിക്കുകയാണ്. അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ മഹാത്മ്യം പ്രസംഗ മത്സരം കഴിഞ്ഞ് രാഹുൽ ഈശ്വർ പോയി എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ പോലും രാഹുൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യണം. കാരണം അതേ മനോഭാവമുള്ള ചില ആളുകളെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ചർച്ച കേട്ടിരിക്കുന്നുണ്ടായിരിക്കും. നോക്കൂ, സവർണ ധാർഷ്ട്യത്തെ സവർണ ധാർഷ്ട്യം എന്നല്ലാതെ ശുങ്കുട് ചുങ്കുടു എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അതിന് സവർണ ധാർഷ്ട്യം എന്നേ വിളിക്കാൻ പറ്റുള്ളൂ കഷ്ടകാലത്തിന്. ഇനി എൻ്റെ അപ്പുറത്തെ വീട്ടിലെ പ്രായം ചെന്നൊരു മുത്തശ്ശിക്ക് വെറുതെ പ്രായമൊക്കെ ആയതുകൊണ്ട് എന്നെ പെലയെന്ന് വിളിക്കാൻ തോന്നിയും കുഴി കുത്തിയിട്ട് എനിക്ക് കഞ്ഞി തരാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പാവം മുത്തശ്ശി കുറേ കാലം ജീവിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് ക്ഷമിക്കാൻ വേണ്ടി പറ്റണം എന്നൊന്നും ഇല്ലല്ലോ. അവർ ഒരു സ്ഥലത്ത് അവർ ഇൻഡിവിജ്വലി അവരുടെ തലച്ചോറിനകത്ത് എന്തോ ആലോചിച്ചോട്ടെ. പക്ഷെ ഒരു പൊതു ഇടത്ത് ജീവിക്കുന്ന സമയത്ത് ജനാധിപത്യപരമായ ചില മര്യാദകൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 മാസം ദളിത് ആദിവാസി വിഭാഗത്തിലെ ആളുകളും സ്ത്രീകളും അണ്ടർഗോ ചെയ്യേണ്ട ട്രെയിനിങ്ങുകളിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യപരമായി എങ്ങനെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഇനിയെങ്കിലും ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ എടുക്കുക എന്നുള്ളത്. നോക്കൂ, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവനവന് പൊള്ളുന്നവരെ നമ്മളൊന്നും ഇതിൽ പ്രതികരിക്കില്ല എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിന് ഇത് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ രാഹുൽ ഈശ്വറിന് ഇത് ബാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നല്ലോ അറിയുമോ? ഒരിക്കലും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ ഈ പരാമർശമല്ല എന്നുള്ളതാണ്. ഇതര സമുദായങ്ങളോട് യാതൊരു ഫ്രെറ്റേണിറ്റി ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നോക്കൂ, ഞാനിവിടെ വെച്ച് പറയുകയാണ്, രാഹുൽ ഈശ്വരനെ പോലുള്ളവരെ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? എല്ലാ പുരുഷന്മാർക്കും കയറി സംസാരിക്കുന്നതുള്ളതാണോ ചാനൽ ചർച്ച? ചർച്ചയുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ് രാഹുൽ ഈശ്വർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ NDTV തൊട്ട് ഇങ്ങോട്ടേക്ക് ഇംഗ്ലീഷ് ചാനലിൽ നടന്ന ചരിത്രം മൊത്തം രാഹുൽ ഈശ്വർ ഇവിടെ ഇന്ന് വിളമ്പും. അത് മാത്രമല്ല എനിക്കെതിരെ കരുതിയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. എല്ലാ ഭാഗത്തുള്ള അഭിപ്രായങ്ങൾ വരണമല്ലോ. എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം വരുന്നുണ്ടോ എന്ന രൂപത്തിലാണ് നമ്മൾ ചർച്ചകൾ നടത്തുന്നത്. മനസ്സിലായി. സ്മൃതി, ഞാൻ പറഞ്ഞത് അതല്ല. ഹൈപ്പോത്തറ്റിക്കലി പുഷ്പവതിയെക്കുറിച്ച് അടൂർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് പൊള്ളും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് രാഹുലിന് ഒരിക്കലും പുഷ്പവതി പൊയ്പാട്ടിനെ പോലുള്ള ഒരു സംഗീതജ്ഞ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് PK റോസി അടക്കമുള്ള ആളുകളെ ആട്ടിപ്പായച്ച മലയാള സിനിമയുടെ ഹിസ്റ്ററിയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ചരിത്രമുള്ള നമ്മളെ സംബന്ധിച്ച് PK റോസി അടക്കമുള്ള ആളുകൾ വന്ന അതേ കമ്മ്യൂണിറ്റിയിലെ ഒരാളോട് ഈ കാലത്തും 26 വർഷം നിലനിന്നിട്ട് പോലും നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എന്ത് യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ അത് സഹിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ബേസിക് ആയിട്ടുള്ള സാഹോദര്യ മൂല്യം എനിക്കൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഒരു സമുദായത്തെയും ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ആ സമുദായം അഴിമതി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളാണെന്നും അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി കൊണ്ട് അത് ആ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. കാരണം ഇവിടെ നാൾക്ക് നാൾ ജനിക്കുന്ന ചെറിയ ക്ലാസ് മുറി തൊട്ട് സ്റ്റൈഫൻഡ് എന്തിനാണ് നിങ്ങൾക്ക്, സ്റ്റൈഫൻഡ് കൊണ്ടുപോയി പുട്ടടിക്കുകയല്ലേ എന്നും, ഗ്രാൻസ് എന്തിനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, റിസർവേഷൻ നിങ്ങൾക്ക് എന്തിനാണ് ലഭിക്കുന്നത്, വീടുണ്ടാക്കാൻ ആദിവാസികൾക്ക് എന്തിനാണ് ഫണ്ട് കൊടുക്കുന്നത്, അവർ കൊണ്ടുപോയി മദ്യപിക്കല്ലേ എന്നതടക്കമുള്ള നിരന്തരം ജാതീയമായിട്ടുള്ള സ്റ്റീരിയോടിപ്പിക്കൽ കമൻറ്റുകൾ കേട്ട് വളരുന്ന മനുഷ്യരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ സംവിധായകരായിട്ടുള്ള മികച്ച ആളുകൾക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം കൊടുക്കണമെന്നും ആ ആളുകൾ ടാക്സ് പേയേഴ്സിന്റെ പൈസയാണെന്ന് പഠിപ്പിക്കണം എന്ന് പറയുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലായിക്കൊണ്ട് നൂറ്റാണ്ടുകളുടെ അടിമത്തം അനുഭവിച്ച ജനത എന്നുള്ള രീതിയിൽ തീർച്ചയായും ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അംബേദ്കർ അടക്കമുള്ള മഹാഗുരുക്കന്മാർ ഞങ്ങളോട് പറഞ്ഞത് അടൂരിനെ പോലുള്ള മഹാഗുരുക്കന്മാർ ജാതീയതയുമായി വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, ഇതിന് ഒറ്റ ചോദ്യം കൂടി. ഇപ്പോൾ ഈ പോലീസ് കേസ് കൊടുക്കുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു, അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് അതിനെ കാണേണ്ടത്? തീർച്ചയായും ആളുകൾക്കുള്ള ഒരു പൊതുധാരണ എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് ജാതീയമായ പേര് വിളിക്കുക, ജാതീയമായി അതിക്രമിക്കുക, ഇതൊക്കെയാണ് SC/ST അട്രോസിറ്റി ആക്ടിൻ്റെ പർവ്യൂവിൽ വരുന്നതെന്നാണ് ഒരു പൊതുധാരണ പലപ്പോഴും ഉള്ളത്. ഞാൻ കേസ് കൊടുത്തത് ഒരിക്കലും അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളെ ജയിലിൽ കയറ്റാനോ ആ പരാതിക്കകത്ത് അദ്ദേഹത്തിനെതിരെ വലിയ നടപടികൾ സ്വീകരിക്കുവാനോ ഒന്നുമല്ല, മറിച്ച് ഇതൊരു എഡ്യൂക്കേഷനാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇങ്ങനത്തെ ഒരു നിയമം നിലനിൽപ്പുണ്ടെന്നും ഒരു വിഭാഗത്തിനെതിരെ ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ചില റിമാർക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും
നിയമപരമായും എത്തിക്കലായിട്ടും അത് ശരിയല്ലെന്ന് ആളുകൾ അറിയണം. അല്ലെങ്കിൽ അടൂരിനെ പോലുള്ള ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി വേദികളിൽ, ഒരുപക്ഷെ സർക്കാർ ഗ്രാൻറ്റുകൾ കൊടുക്കുന്ന പല വേദികളിൽ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ, സിനിമാക്കാരായിട്ടുള്ള ആളുകൾ, സാഹിത്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, മറ്റനേകം ആളുകൾ സർക്കാർ ഗ്രാൻറ്റുകൾ SC/ST വിഭാഗത്തിനും സ്ത്രീകൾക്കും ട്രാൻസ്പേഴ്സൺസിനും ഒക്കെ കൊടുക്കുമ്പോൾ അടൂറിൻ്റെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അതേ വാക്കുകൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇല്ലാതാക്കാനുള്ള ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ വിഷയത്തിനകത്ത് പരാതി നൽകിയത്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Debate with Smriti Parathikar.